ഓഗസ്റ്റ് 28-ന് ദുൽഖർ സൽമാന്റെ നിർമ്മാണത്തിലായിരുന്നു ലോക ചാപ്റ്റർ 1 റിലീസ് ചെയ്തത്. റിപ്പോർട്ട് പ്രകാരം 298 കോടിയാണ് ആഗോളതലത്തിൽ ലോക ഇതുവരെ നേടിയത്. അതായത് ഇനി വെറും 2 കോടി രൂപ മതിയാകും ചിത്രത്തിന് 300 കോടി തൊടാൻ. 30 കോടിയിൽ 300 കോടിയുടെ പടം. കൊത്തയിലൂടെ നഷ്ടപ്പെട്ട കോടികൾ ലോകയിലൂടെ നിസാരമായി തിരിച്ചുപിടിച്ച ദുൽഖർ തന്ത്രം. ഒരു തവണ കണ്ടാൽ പിന്നെയും കാണാൻ തോന്നിപ്പിക്കുന്ന പടം അത് തന്നെയാണ് ലോക. ഈയൊരു ഒറ്റപ്പടം കൊണ്ട് മലയാള സിനിമയിൽ പുതിയൊരു ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ് പിറവിയെടുത്തത്. എ കംപ്ലീറ്റ് എന്റർടൈനർ. മലയാള സിനിമയെ മറ്റൊരു ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ വിസ്മയം തന്നെയാണിത്. കിടു എഡിറ്റിംഗ്, എജ്ജാതി തീപടം. ഇതുവരെ ഇതുപോലൊരു പടം മലയാളത്തിലോ സൗത്ത് ഇന്ത്യയിലോ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെ പറഞ്ഞാലും ഈ പടത്തിന് ഒരു അഡിക്ഷൻ ഉണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോളിവുഡിന്റെ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് ലോക. സിനിമാ പ്രേമികൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രം തന്നെയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നമുക്കറിയാം, നടൻ എന്ന നിലയിലും നിർമ്മാതാവ് എന്ന നിലയിലും ദുൽഖറിന്റെ ബിസിനസ് തന്ത്രങ്ങൾ എപ്പോഴും സിനിമാ ലോകം ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. മലയാളത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ ഒരു സിനിമ എന്ന് പറയുന്നത് കൊത്തയാണ്. അതിനുശേഷം മലയാളത്തിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് വിട്ടുനിന്ന ദുൽഖർ വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് ലോകയിലൂടെ നടത്തിയിരിക്കുന്നത്. അഞ്ജലി മേനോന്റെ തിരക്കഥയിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഉസ്താദ് ഹോട്ടൽ ആരും തന്നെ മറക്കാനിടയില്ല. ദുൽഖർ എന്ന താരത്തെയും ഒപ്പം നടനെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ച ചിത്രം തന്നെയായിരുന്നു ഉസ്താദ് ഹോട്ടൽ. അതുതന്നെയാണ് ലോക എന്ന ചിത്രത്തിലൂടെ നടനും നിർമ്മാതാവും എന്ന രീതിയിൽ വീണ്ടും അടിയുറപ്പുണ്ടാക്കുകയാണ് ദുൽഖർ സൽമാൻ. ദുൽഖറിനെ വെച്ചൊരു പടം പ്ലാൻ ചെയ്യുമ്പോൾ അത് ഒരു ഭാഷ മാത്രം മുന്നിൽ കണ്ട് ചെയ്യാനാകില്ല എന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതായത് ആ തലത്തിലേക്ക് ഒരു മലയാള നടൻ വളരുന്നത് ഇത് ആദ്യമായെന്ന് വേണമെങ്കിൽ പറയാം. അതെ, അദ്ദേഹത്തിന്റെ സിനിമ ഏതു ഭാഷയിൽ ഇറങ്ങിയാലും എല്ലാ ഭാഷകളിൽ നിന്നും സ്വീകാര്യത ലഭിക്കുമെന്ന് ഉറപ്പാണ്. വ്യത്യസ്തമായ ഒരു അടയാളപ്പെടുത്തൽ തന്നെയാണ് ലോകയിലൂടെ ദുൽഖർ കാഴ്ചവെച്ചിരിക്കുന്നത്. ഐതിഹ്യങ്ങളിൽ വന്നുപോകുന്ന മിത്തുകളെ പുതിയ കാലത്തിന് നടുവിൽ പ്രദർശിച്ച് ഡൊമിനിക് അരുൺ ഒരുക്കിയ തിരക്കഥ വർഷങ്ങളോളം നിർമ്മാതാവിനെ കാത്ത് പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ എത്തേണ്ടിടത്ത് തന്നെയാണ് ചിത്രം എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സിനിമയുടെ കുതിപ്പ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ലോക മലയാള സിനിമയെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും ഒരു പൊളിച്ചെഴുത്താണ്. കേവലം 35 കോടിയിൽ തീർത്ത ലോക 300 കോടിയുടെ ഔട്ട്പുട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 28-നാണ് ദുൽഖർ സൽമാന്റെ നിർമ്മാണത്തിൽ ലോക റിലീസ് ചെയ്ത് ഏതാനും ആഴ്ച പിന്നിട്ടപ്പോൾ ലോക OTTയിൽ വരുമെന്ന് അഭ്യൂഹങ്ങൾ, റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ആ റിപ്പോർട്ടുകളെല്ലാം തള്ളി ദുൽഖർ തന്നെ രംഗത്തെത്തി. ലോകയെ തിയേറ്റർ റണ്ണിന് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു. ആ തീരുമാനം പാഴായില്ല എന്ന് മാത്രമല്ല, ചരിത്ര കുതിപ്പ് തന്നെയാണ് ചിത്രം കാഴ്ചവെക്കുന്നത്. അതായത് മലയാള സിനിമയിലെ ആദ്യത്തെ 300 കോടി സിനിമ എന്ന പട്ടം ലോക നേടുമെന്ന് ഉറപ്പാണ്. കണക്കുകൾ പ്രകാരം 298 കോടിയാണ് ആഗോളതലത്തിൽ ലോക ഇതുവരെ നേടിയത്. അതായത് ഇനി വെറും 2 കോടി രൂപ മതിയാകും ചിത്രത്തിന് 300 കോടി തൊടാൻ. 118.75 കോടിയാണ് പടത്തിന്റെ ഓവർസീസ് കളക്ഷൻ. ഇന്ത്യ ഗ്രോസ് 179.25 കോടിയും ഇന്ത്യ നെറ്റ് 153.05 കോടിയുമാണ്. അതായത് ഈ നേട്ടം മാത്രമല്ല കേട്ടോ, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാനുള്ള തയ്യാറെടുപ്പിലാണ് ലോക. റിപ്പോർട്ട് പ്രകാരം 117.55 കോടിയാണ് കേരളത്തിൽ നിന്നു മാത്രം ഇതുവരെ ലോക സ്വന്തമാക്കിയത്. 118 കോടി നേടി തുടരുമാണ് നിലവിൽ മുന്നിലുള്ള ഒരേയൊരു ചിത്രം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.